ഇന്ത്യയിലെ ഏത് തരം ഉൽപ്പാദന നിലയങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? താപവൈദ്യുതി നിലയങ്ങൾ. മെഡിക്കൽ ഫോട്ടോഗ്രാഫർ SSLC ലെവൽ മെയിൻ എക്സാം 2021. ഗുജറാത്തിലെ പ്രധാന ആണവ നിലയം ഏതാണ്? കാക്രാപാറ. ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക് മെയിൻ എക്സാമിനേഷൻ 2023. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയമായ കൈഗ ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകം. LD ക്ലർക്ക് ബാർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മെയിൻ എക്സാമിനേഷൻ 2023. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം കാറ്റ്. 10th പ്രിലിം സ്റ്റേജ് 5 2021. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണിക്കരൺ. 10th പ്രിലിം സ്റ്റേജ് 1 2022. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH-44. 10th ലെവൽ കോമൺ പ്രിലിംസ് 2022. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേ. യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 5 2023. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി സ്ഥാപിതമായത്? 1986. കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 2023. ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത്? ദേശീയ ജലപാത 2. യൂണിവേഴ്സിറ്റി LGS സ്റ്റേജ് 4 2023. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2021. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര്? ഭാരത് മാതാ ചൗക്ക്. 10th ലെവൽ കോമൺ പ്രിലിംസ് എക്സാം 2021.